കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ അമ്മയ്ക്ക് ഞങ്ങളെ നാളിൻ്റെ അന്നാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തത്. അപ്പം ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നത് കണ്ടിട്ട് നിങ്ങളെ തിരിച്ചു പോവാ, എന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അമ്മയുടെ പിറന്നാൾ ഒരു 2 വീക്സ് മുന്നേ ആയിരുന്നു ബർത്ത്ഡേയുടെ. അപ്പം അന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോവാം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അമ്മ അതിന് റെഡിയാവുക. ഞാനിങ്ങനെ ഗിഫ്റ്റുമായിട്ട് സർപ്രൈസായിട്ട് കൊടുക്കാനായിട്ട്, അതുകൊണ്ട് ഇതും കൊണ്ട് അകത്തോട്ട് പോകാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ റെഡിയാവുക, പുറത്തോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ അമ്മ പുറത്തോട്ട് വന്നു. പുതിയ മോന് പുതിയതല്ല, ഇട്ടിട്ടില്ല. ഫസ്റ്റ് ടൈം ഇടുന്ന ഞാൻ കുറേ ചപ്പച്ചോറ് ഇങ്ങനത്തെ ഈ മുത്തുകളെല്ലാം കൂടെ ഇതിനെ കൊണ്ട് വരുത്തിച്ച് കൊള്ളാല്ലേ. എന്തൊക്കെയാ നോക്ക്, തുറന്നു നോക്ക്. എന്തായിരിക്കും വല്ല ഊഹമുണ്ടോ? ഇതോ എനിക്ക് ഊഹിച്ചിട്ട് പറഞ്ഞാ മതി. എനിക്ക് വായിച്ചു നോക്കിയിട്ട് ഊഹിക്കാനല്ല പറഞ്ഞത്. ഞാൻ വായിച്ചു നോക്കിയിട്ട് ഊഹിക്കുന്നു. ഇലക്ട്രോണിക് സാധനമാണോ? അല്ല, വായിച്ചു നോക്കിയിട്ട് ഇത് എന്തായിരിക്കും? എന്തോ ഇലക്ട്രോണിക്സ്. ശരി, തുറക്ക്. അതിന്റെ വയറേ ഉള്ളൂ, അത് അവിടെ ഞാൻ ഉദ്ദേശിച്ച കറക്റ്റ് ആണല്ലോ. സാരി എറിയില്ല, പതുക്കെടുത്ത്. ഇവളാണോ അലക്സ? താങ്ക് യു. ഹായ്, വെരി ഗുഡ്. എപ്പോഴും അവിടെ വന്ന് അലക്സ അലക്സ എന്ന് വിളിക്കൂലേ? താങ്ക് യു അലക്സ. ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കട്ടെ. ചാർജ് ചെയ്യണോ? നമുക്ക് തിരിച്ചു വന്നിട്ട് വർക്ക് ചെയ്യിക്കാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് അലക്സ. അലക്സ, ഹാപ്പി ബർത്ത്ഡേ സോങ്. Happy birthday song by Cocomelon. Happy birthday to you. Happy birthday to you. Happy birthday dear Amma. Happy birthday to you. May God bless you dear. May God bless you dear. Happy birthday, happy birthday, happy birthday to you. ആലപ്പുഴയിലുള്ള കായൽ കോവ് എന്ന് പറഞ്ഞിട്ട് ഒരു റിസോർട്ടിൽ ഞങ്ങൾ എത്തി ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. അമ്മ ദേ കയറി പോകുന്നു. ഇപ്പം അമ്മ അലക്സയായിട്ട് കമ്പനി ആയി കേട്ടോ. ഒരു 2-3 വീക്സ് ഒക്കെ കഴിഞ്ഞല്ലോ ബർത്ത്ഡേ കഴിഞ്ഞിട്ട്. അപ്പോൾ അമ്മ എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ ഫ്ലാറ്റിൽ വരുമ്പം അലക്സ സിംഗ് എന്തെങ്കിലും ഇങ്ങനെ ഭക്തിഗാനം അങ്ങനെയൊക്കെ പറയുമായിരുന്നു പണ്ടേ, ട്രിവാൻഡ്രത്തു നിന്ന് വരുമ്പോഴേ. അപ്പം ആ ഒരു ഇതിലാണ് ഞാൻ വിചാരിച്ചത് അലക്സ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട് അലക്സ തന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. റൂമിലെത്തി ഒരു അരമണിക്കൂറിനകം തന്നെ ഞങ്ങൾ കഴിക്കാൻ പോയായിരുന്നു. ഫുഡ് നേരത്തെ ഓർഡർ ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. കാരണം അവിടെ ഫുൾ ഫ്ലെഡ്ജിൽ കുക്കിംഗ് ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കുക്ക് ചെയ്യാറുള്ളൂ. ബാക്കി പുറത്തുനിന്ന് കുക്ക് ചെയ്ത് കൊണ്ടുവരുവാന്ന് പറഞ്ഞു. ഇവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുവാന്ന് തോന്നുന്നു. ഞങ്ങൾ 3 പേരും ഫിഷ് കറി മീൽസ്, പിന്നെ അമ്മയ്ക്ക് നെമ്മീൻ പൊള്ളിച്ചതും എനിക്ക് കരിമീൻ പൊള്ളിച്ചതാണ് പറഞ്ഞത്. പക്ഷേ ഫിഷും സൂപ്പറായിരുന്നു, ഫുഡും നല്ലതായിരുന്നു കേട്ടോ. ഒരു നാടൻ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വീട്ടിലുണ്ടാക്കിയതാണെന്ന് തോന്നാൻ കാര്യം. എസ്പെഷ്യലി പുളിശ്ശേരിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറൊരു നല്ല ടേസ്റ്റുള്ളൊരു പുളിശ്ശേരി. ഡിസേർട്ടായിട്ട് ഞാൻ ഗുലാബ് ജാം പറഞ്ഞു. മുരളിയേട്ടൻ
നും ഗുലാബ് ജാമായിരുന്നു. പക്ഷെ മുരളിയേട്ടനത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ഗുലാബ് ജാമും കൂടെ ഞാൻ കഴിച്ചു. അമ്മ ഫ്രൂട്ട് സലാഡ് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിഞ്ഞ് നന്നായിട്ട് ഉറങ്ങി. അമ്മയും ഉറക്കമായിരുന്നു, ഞാനും ഉറക്കമായിരുന്നു. ഇവിടെ ബോട്ടിങ്ങിന് കൊണ്ടുപോകും കേട്ടോ. ബോട്ടിങ്, കയാക്കിങ് ആ വക പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ നല്ല വെയിലായതുകൊണ്ട് അമ്മ തന്നെ പറഞ്ഞു വേണ്ട. ഞാൻ പോണോന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് നല്ല ചുമയായിരുന്നു. അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് നല്ല ഉറക്കമായിരുന്നു. 3 പേരുള്ളോണ്ട് തന്നെ ഒരു എക്സ്ട്രാ ബെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മുരളിയേട്ടനെ എക്സ്ട്രാ ബെഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. മുരളിയേട്ടൻ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് അവിടെ ഫോൺ നോക്കി കിടന്നു. അമ്മയുടെ ബർത്ത്ഡേ കഴിഞ്ഞു. ബർത്ത്ഡേ കഴിഞ്ഞു. നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. ഒരു എന്താ പറയുക, കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ പോയി ഒരു ദിവസം ആലപ്പുഴ സ്റ്റേ ചെയ്തു. ഡിഫറെൻ്റ് ആയിരുന്നു സ്റ്റേ ഒക്കെ. ഒന്ന് കാണാതെ പഠിച്ചു. കാണാതാണോ ഈ പറയുന്നത്? അമ്മ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു. പറഞ്ഞൊന്നും പഠിപ്പിച്ചാൽ എനിക്ക് വരുന്ന ഇങ്ങനെ ഗ്രാജുവലായിട്ട് വരുന്ന അനുസരിച്ച് പറയും, അത്രേ ഉള്ളൂ. സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു, ഫുഡ് അടിപൊളിയായിരുന്നു. ഇത് ഈ സ്കൂൾ പിള്ളേരെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ച പോലെ അമ്മ പറഞ്ഞേ. നമുക്ക് പോവാം. എഴുതി വായി എഴുതി വായിച്ചവരുണ്ട്. അങ്ങനെ പറയാം. ഞാൻ എഴുതി കൊടുത്ത് വായിപ്പിച്ച പോലെ പറഞ്ഞപ്പോൾ. റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു എക്സലൻറ്റ് റിസോർട്ട് എന്ന് പറയാനില്ല. ഔട്ട് ഓഫ് 5 ഒരു 3 റേറ്റിംഗ് കൊടുക്കാം കേട്ടോ. കാരണം ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ദിവസത്തേക്ക് പോയി നിൽക്കാൻ നല്ലതാണ്. അല്ലാതെ അവിടെ അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഒന്നുമില്ല. അപ്പം ഇത്രേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.